ഹലോ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് ഒരു ഈദ് ഹോളിഡേ വൈകുന്നേരത്തെ എങ്ങനെയായിരുന്നു നോക്കിയാലോ. ഞങ്ങളിത് നടക്കാൻ പോയത് കേട്ടോ. ഒരു 5 മണി 5:30 ആ സമയത്താട്ടോ നടക്കാൻ പോകുന്നത്. അപ്പോൾ ചൂടൊക്കെ പോയിട്ട്, ചൂടുണ്ട് എന്നാലും നമുക്ക് വെയിലൊക്കെ പോയിട്ട് ഒരു നടക്കാൻ പറ്റുന്ന പോലെ, അധികം ചൂടൊന്നുമില്ല. എന്നാലും ഒരു ഹ്യൂമിഡിറ്റി പോലത്തെ നമുക്ക് ഒരു ഭയങ്കര പുഴുങ്ങണ പോലത്തെ ഒരു ഫീലാണ് ഉണ്ടാവാറ് കേട്ടോ. അന്നത്തെ ദിവസം ഉണ്ട്, എന്നാലും പിന്നെ ഞങ്ങളിങ്ങനെ ഇറങ്ങിയത് നടക്കാൻ. അപ്പോൾ പോണ വഴി ഇതാ ഈത്തപ്പഴമൊക്കെ ഇങ്ങനെ നന്നായിട്ട് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ചില ഭാഗത്ത് നല്ല ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലതായിട്ട് മഞ്ഞ കളറൊക്കെ ആയിട്ട് ഇങ്ങനെ കൊഴിയാനൊക്കെ തുടങ്ങിയിരിക്കണം. അപ്പോൾ അതിൻ്റെ താഴെ തന്നെ അതാ കുഞ്ഞു നാരങ്ങ മരം, ചെറിയ നാരങ്ങ ഇങ്ങനെ നിറയെ ഉണ്ടായിട്ടുണ്ട്. അതൊരു ഫ്ലാറ്റിൻ്റെ താഴെയുള്ള കേട്ടോ. ഫ്ലാറ്റിൻ്റെ താഴെ അങ്ങനെ അവർ വെച്ച് പിടിപ്പിച്ചതാണെന്ന് തോന്നുന്നു. അപ്പോൾ പിന്നെ അവിടെ ഈത്തപ്പഴം കണ്ടപ്പോൾ ഇങ്ങനെ വീഡിയോസ് എടുത്താൽ, ഈത്തപ്പഴം നമുക്ക് വേണമെങ്കിൽ കഴിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. എടുത്ത് കഴിക്കുക, പക്ഷെ നശിപ്പിക്കരുതെന്നുള്ളൂ. ഈ വഴിയിലൊക്കെ ഉള്ള മരത്തുമെന്നൊക്കെ നമുക്ക് ആയാൽ എടുത്ത് പറിച്ച് കഴിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അതായത് ഇതിൽ നിറയെ ഉണ്ട്, അതും നന്നായിട്ട് പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ നല്ല പഴുത്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങളിങ്ങനെ നടന്നു പോയിട്ടാണ്. പിന്നെ വീഡിയോസ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ പിന്നെ ഞങ്ങൾ നടന്നാട്ടാ പോണത്. ഇതാ മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെ എല്ലാ മരത്തുമലും ഉണ്ട് കേട്ടോ. കുഞ്ഞു മരമാണെങ്കിൽ അതുമലും നിറയെ കഴിച്ചിട്ടുണ്ടാവും. പിന്നെ പാർക്കിലെത്തിയിട്ട് ആ പാർക്കിൽ ഇഷ്ടം പോലെ ഈത്തപ്പഴം ആദ്യം എങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ ഫോട്ടോ കേട്ടോ ഞാൻ ഇവിടെ താഴെ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഫോട്ടോ ഞാൻ ഒന്ന് അറ്റാച്ച് ചെയ്തതാണ്. കുഞ്ഞത് ആദ്യം സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു കാണിക്കാൻ വേണ്ടിയിട്ട്. ആ പാർക്കിലെ എല്ലാ മരത്തുമ്മലും ഇങ്ങനെ വീഴാൻ പാകത്തിന്, കാരണം ഇതിന് താങ്ങാൻ കഴിയാത്ത പോലെ ഇങ്ങനെ നിറയെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നമുക്കിങ്ങനെ തൊടാൻ പാകത്തിനാണ്. എല്ലാം ഇങ്ങനെ ചാഞ്ഞ് കിടക്കുക. ഇതൊക്കെ പിന്നെ കുഞ്ഞതാട്ടോ, അധികം വലിയതൊന്നും ആയിട്ടില്ല. ചിലത് വലുതായിട്ടുണ്ട്, ചിലത് നല്ല കുഞ്ഞാണ്. അപ്പം അത്രയും നിറഞ്ഞ് നിൽക്കുക, മുന്തിരിക്കോലൊക്കെ പോലെ നല്ല നിറഞ്ഞ് നിൽക്കുമായിരുന്നു. ഇത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം തോന്നും. അത്രയ്ക്ക് നിറഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ ഓരോ മരത്തുമ്മയ്ക്ക് ഇങ്ങനെ പോകുമ്പോൾ അതിലും കൂടുതൽ ഇങ്ങനെ കാണുമ്പോൾ നമുക്കിങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നും. മോൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവനോട് പിടിക്കാൻ പറയായിരുന്നു. അപ്പോൾ അവൻ കുറച്ച് നേരം അതൊക്കെ പിടിച്ച്, പിന്നെ താഴെ ഉള്ളത് കുറേ പെറുക്കി കൈ പിടിച്ച് നടക്കുമായിരുന്നു. താഴേക്ക് ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുറച്ച് വലിയത് ഇതൊക്കെ നോക്കിയിട്ട് അവൻ ഇങ്ങനെ കൈ പിടിച്ച് നടക്കുന്നു. ഈത്തപ്പഴം കണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അവനിങ്ങനെ പെറുക്കിയിട്ട് കൊടുക്കുമായിരുന്നു. വലിയത് നല്ലത് നോക്കിയിട്ട് അവൻ്റെ കയ്യിൽ പിടിക്കാൻ അപ്പോൾ ഇങ്ങനെ കൊടുത്ത്. അപ്പോൾ അത് ഓരോ മരത്തിൻ്റെ ഇടയിലും നല്ല നിറയെ കാഴ്ച നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ പിന്നെ തിക്കായിട്ട് വളർന്നുകൊണ്ട് അത്ര വലുതാവില്ല തോന്നുന്നത്. കുഞ്ഞതായിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം അതൊക്കെ ആസ്വദിച്ച് പിന്നെ അവൻ കയ്യിലും പിടിച്ച് നടന്നിട്ട് പിന്നെ അവന് കളിയായിട്ട് കുറച്ചധികം നേരം ഞങ്ങൾ അവിടെ ഇരുന്നു കളിക്കാനും ഇതിനൊക്കെ ആയിട്ട്. അപ്പം അവർ ബോളും കിട്ടി, പിന്നെ കുറച്ച് ഈത്തപ്പഴവും കിട്ടിയിട്ട് അതും പിടിച്ചിട്ട് അവിടെ ഭയങ്കര കളിയായിരുന്നു. പുറത്തിറങ്ങിയ ആൾ ഭയങ്കര ഉഷാറാട്ടാണ്. പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റിങ്ങാണ്. അച്ഛന് ലീവ് ഉണ്ടായാൽ പുറത്തിറങ്ങാൻ വിചാരിച്ചിട്ട്. അപ്പം അങ്ങനെ കുറച്ച് സമയം അവിടെ അങ്ങനെ ഇരുന്ന്. പിന്നെ വീഡിയോസ് കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണം. നിങ്ങളെ ഈദ് ഹോളിഡേയ്സൊക്കെ എങ്ങനെയായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ എങ്ങനത്തെ വീഡിയോസ് കാണാനാണ് ഇഷ്ടം അങ്ങനത്തെ ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ അവിടുന്ന് ഞങ്ങളിതാ ഒന്നും കൂടെ ഇപ്പുറത്തേക്ക് വന്നേ. അപ്പോൾ അവിടെയാണ് പാർക്കിൽ ഊഞ്ഞാൽ അങ്ങനത്തതൊക്കെ ഉള്ളത്. അപ്പോൾ പോരുന്ന വഴിക്ക് കുറച്ചും കൂടെ വലിയതും കുറച്ചും കൂടെ നല്ല പാർക്കിൽ വന്നിട്ട് കുറച്ച് പഴുക്കാനായിട്ട് ഇവിടെ നട്ടാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ എല്ലാ ഈത്തപ്പഴം മരത്തുമ്മയ്ക്ക് നോക്കിയിട്ട് ഇങ്ങനെ പറയുമായിരുന്നു, ഈത്തപ്പഴം കണ്ടോ എന്നൊക്കെ. പിന്നെ ഇങ്ങനെ പാർക്കിൽ വന്നിട്ട്, പാർക്ക് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഊഞ്ഞാലും ഇതൊക്കെ ഉണ്ടായിരുന്നു. നല്ല സുഖമായിട്ട് ഈദായതുകൊണ്ട് തോന്നുന്നു ആരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലുലു പോകാൻ വിചാരിച്ചിട്ട് അവനിങ്ങനെ വിളിക്കുന്നുണ്ട്. അവൻ വരുന്നേ ഇല്ല. അവന്
ഇവിടുന്ന് പാർക്കിൽ വന്നാൽ പിന്നെ നമ്മൾ പിടിച്ചെടുത്ത് കൊണ്ടുപോകുക കേട്ടോ വേണ്ടത്. അപ്പോൾ ഞങ്ങൾ എങ്ങനെയൊക്കെയോ സോപ്പിട്ട് കൊണ്ടുപോവാണ്. നമ്മൾ പിന്നെ പോകുന്ന വഴി റോഡ് സൈഡിൽ ഇങ്ങനെ ഒരു പ്രത്യേക ഒരു പനയൊക്കെ കണ്ടിട്ടാണ്. അപ്പോൾ അതിലും ഒരു മാച്ചും ഇല്ലാത്ത പോലത്തെ ഒരു പൂവ്. ഇതും ഒരു പനയാണ്, പക്ഷേ എങ്കിൽ അതിന് കായൊന്നും കണ്ടില്ല കേട്ടോ. പിന്നെ ഇതാ ലുലു അടിപൊളിയാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഉള്ളിൽ നിന്നൊന്നും വീഡിയോസ് എടുത്തില്ല കേട്ടോ, തിരക്കായതുകൊണ്ട്. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യൂ.